പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ സ്ട്രൈക്കറായിട്ട് ജീസസ് ജിമിനസ് എന്ന താരത്തിനെ ടീമിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിംഗിസ് താരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീസസിനെ പോലത്തെ ഒരു താരം ഞങ്ങളുടെ സ്ക്വാഡിലുള്ളത് അത് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല ഒരുപാട് വ്യത്യസ്ത ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ജീസസ് ജിമിനസ്. അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിന് കൂടുതൽ ഊർജ്ജം നൽകും. ജീസസ് ടീമിൽ വലിയൊരു നിർണായക പങ്ക് വഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ സീസണിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ അദ്ദേഹം ഞങ്ങളെ സഹായിക്കും. ഇനിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിംഗിസ് ജീസസ് ജിമിനസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. അടുത്തൊരു വാർത്ത, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിട്ടുള്ള ആൽബർട്ടോ റോഡ്രിഗസ് എന്ന താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലത്തെ ഡ്യൂറന്റ് കപ്പ് ഫൈനൽ മത്സരത്തിനിടയിൽ താരത്തിന് ചെറിയൊരു ഇഞ്ചുറി ആയിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരം പൂർത്തിയാക്കാനായിട്ട് താരത്തിന് സാധിച്ചിരുന്നില്ല. നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ISL ഓപ്പണിംഗ് മത്സരം താരത്തിന് നഷ്ടമായേക്കുമെന്നാണ്. ISL 11ാം സീസൺ സെപ്റ്റംബർ 13 ആരംഭിക്കുന്നത്. ആദ്യ മത്സരം മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരമാണ്. ഒരുപക്ഷെ ആ ഒരു മത്സരം ആൽബർട്ടോ റോഡ്രിഗസിന് നഷ്ടമായേക്കും. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ക്വാമി പെപ്രയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ്. എന്നാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ജേഴ്സിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിരുന്നു. ആ ഒരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ 3 താരങ്ങൾ ഉണ്ടായിരുന്നു. പെപ്ര, ഡാനിഷ് ഫറൂഖ്, ഫ്രെഡി എന്നീ പ്ലേയേഴ്സ് ആയിരുന്നു ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുമെങ്കിൽ ആ ഒരു വീഡിയോയിൽ പെപ്ര ഉൾപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.